ട്രോയ് സിനിമയിൽ അക്ലീസ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കസിൻ പെട്രോക്ലസിന്റെ കൂടെ വാൾപ്പയറ്റ് പരിശീലിക്കുന്ന ഭാഗം നമ്മൾ കണ്ടതാണ്. എന്നാൽ സാക്ഷാൽ ഹോമർ പറയുന്നത് ഇങ്ങനെയല്ല. ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ അക്ലീസ് മരിക്കുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അക്ലീസിന്റെ അമ്മ തെറ്റിസ്, അവരുടെ ദേവിയാണ്, അവനെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വേഷം കെട്ടിച്ച് സ്കൈറോസ് ദ്വീപിലെ കൊട്ടാരത്തിൽ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അക്ലീസ് ഇല്ലാതെ ഈ യുദ്ധം ജയിക്കാനാവില്ല എന്നറിയാമായിരുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒഡിയൂസിയൂസ് ഒരു വ്യാപാരിയുടെ വേഷത്തിൽ തന്റെ ദ്വീപായിട്ടുള്ള ഇത്താക്കയിൽ നിന്നും ഈ കൊട്ടാരത്തിലേക്കാണ് യുദ്ധത്തിനു മുമ്പ് നേരെ പോയത്. അവിടെയുള്ള സ്ത്രീകളുടെ ഇടയിൽ വേഷം മാറി ഒളിച്ചു താമസിക്കുന്ന അക്ലീസിനെ കണ്ടെത്തുക എന്നതായിരുന്നു ഉദ്ദേശം. അവിടെ എത്തിയ ഒഡീസിയൂസ് നേരെ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ അന്തഃപുരത്തിൽ കയറി ചെന്നിട്ട് അവിടെ കുറച്ച് നല്ല വസ്ത്രങ്ങളും കുറേയേറെ ആയുധങ്ങളും എല്ലാവരും കാണുന്ന രീതിയിൽ കൊണ്ടുവച്ചു. ശേഷം ആരോ കൊട്ടാരം ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ഉച്ചത്തിൽ ഒരു യുദ്ധ കാഹളം മുഴക്കി. അത് കേട്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ കയ്യിൽ കിട്ടിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി. എന്നാൽ സ്ത്രീ വേഷത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന യുദ്ധവീരനായിട്ടുള്ള അക്കിലീസ്, അയാൾ ഈ തുണിയൊന്നും എടുക്കാൻ നിന്നില്ല. അയാൾ ഓടി വന്നിട്ട് വസ്ത്രങ്ങൾക്ക് പകരം ആയുധങ്ങൾ എടുക്കുകയും ചെയ്തു. ഇത് കണ്ടതോടെ ഒളിച്ചു നിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ഒഡിയൂസിയൂസ് ഓടി വന്നിട്ട് ആയുധങ്ങളുമായിട്ട് സ്ത്രീ വേഷത്തിൽ നിൽക്കുന്ന അക്കിലീസിനെ കൈയോടെ പിടികൂടി. ബുദ്ധിമാനായിട്ടുള്ള ഈ ഒഡിയൂസിയൂസ് ഈ നടക്കുവാൻ പോകുന്ന ട്രോജൻ യുദ്ധത്തിൽ അക്കിലീസ് മരിച്ചു പോയാൽ എന്താ, ലോകം നിലനിൽക്കുന്ന കാലത്തോളം പേര് നിലനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് അക്കിലീസിനെ കൂടി ഈ യുദ്ധത്തിന് കൂടെ കൂട്ടുകയും ചെയ്തു.